അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചമുളക് കൊണ്ട് ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അടുപ്പ് കത്തിക്കേണ്ട ഒരു കാര്യമില്ല. 5 മിനിറ്റ് പോലും തികച്ച് വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പൊ അത് കാണുന്നതിന് മുമ്പ് കൂട്ടുകാരെ, എന്നും പറയുന്നത് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്ത് നോക്കിയാലോ. ഇനി നമുക്കിതൊന്ന് കഴുകി എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഊരി മാറ്റാം. നമുക്ക് ഞെട്ടിങ്ങനെ എടുത്തു മാറ്റണം. അടുത്ത് നമ്മളൊരു ജാർ എടുത്തു. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് അരച്ചെടുക്കണം നല്ലോണം. അപ്പൊ നമ്മൾ ഇതേ കണക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതാ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി ഇടുന്നുണ്ട്. അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ അത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 10-15 ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് അരയ്ക്കാം. ഇനി നമ്മൾ ഇതിനടുത്ത് വെക്കുന്ന ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 7-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ നല്ലതാ അരച്ചെടുത്ത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ഇതിന്റെ ഇത് ചമ്മന്തിയാണ് കേട്ടോ. നമുക്ക് അപ്പത്തിന്റെ കൂടെയോ ദോശയുടെ കൂടെയോ പിന്നെ എന്തോത്തിന് നമ്മളെ ചോറിന്റെ കൂടെ വരികയാണെങ്കിൽ ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടിപൊളി ടേസ്റ്റ് ആണ് കൂട്ടാൻ. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കൂട്ടാൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കൂട്ടുകാരെ. നല്ല അപ്പത്തിനോട് കഴിക്കാൻ പറ്റിയ ചമ്മന്തിയാണ്. അടിപൊളി ചമ്മന്തിയാണ് കൂട്ടാൻ. എന്നിട്ട് എടുത്ത് വെക്കുക. കുറച്ചും കൂടെ പിടിച്ച് എടുക്കുക. നല്ല പുളിയും എരിവും നല്ല അടിപൊളിയാണ്. സൂപ്പർ ആട്ടാ. ഇതൊന്നും ചെയ്തിട്ടില്ലേ ഒന്നും അടിപൊളി.